ഇന്നത്തെ സോഷ്യൽ മീഡിയ ജനറേഷനിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ വി ഓഫൻ കമ്പയർ ആർ ഗ്രോത്ത് വിത്ത് അതേഴ്സ് സക്സസ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ സെറ്റ്ബാക്സ് പോലും വലിയ ഫെയിലിയർ, പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജനറേഷൻ എങ്ങനെയാണ് നമ്മുടെ തന്നെ പേസിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കുക. ആൻഡ് ഓൾസോ ഫോമോ എപ്പോഴും അതിനൊരു നെഗറ്റീവ് ഇഫക്റ്റ് മാത്രമാണോ, or can it help us to do better in our lives? Thank you. Good question. മനസ്സിലായി. ഇന്നലെ ഒരു വാർത്ത കേട്ടതാണ്. ഇന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ന്യൂ മെക്സിക്കോയിൽ അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ കോടതി മെറ്റയ്ക്കെതിരെ, ഫേസ്ബുക്കിന് ഇൻസ്റ്റാഗ്രാമിനെ മുതൽക്കുന്നത് മെറ്റയ്ക്കെതിരെ അറൌണ്ട് $500 million ആണ് പിഴ ചുമത്തിയിരിക്കുന്നത്. അതിന് കാരണം യങ്സ്റ്റേഴ്സിന്റെ ബ്രെയിനിനെ ഈ കോമ്പറ്റിറ്റീവ് വേൾഡിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അൽഗോരിതം ഡിസൈൻ ചെയ്തതെന്നുള്ളതാണ് കേസ്. ഇന്നലെ വന്നിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരും ബ്രെയിനിനെ ഇതുപോലെ അവരുടെ സക്സസ് നോക്കി കോമ്പറ്റിറ്റീവ് ആകണം, അതിനേക്കാൾ മുകളിൽ പോകണം എന്ന രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യുന്ന രീതിയിൽ മെറ്റ അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നു എന്നതിന് എതിരെ കേസായി $500 million ആണ് കൊടുക്കേണ്ടി വരിക. അപ്പൊ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹ്യൂമൻസ് ആർ സോഷ്യൽ ആനിമൽസ്, നോട്ട് സോഷ്യൽ മീഡിയ ആനിമൽസ്. വി ആർ സോഷ്യൽ ആനിമൽസ്. ഈ സോഷ്യൽ മീഡിയയുടെ ചുറ്റുമുള്ളവരൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരാളാണ്. കൃത്യമായ സക്സസിന് ശേഷം, അതായത് ഒരു സിനിമ 100 ദിവസം ഓടിയതിന്റെ സക്സസ് സെലിബ്രേഷന്റെ കേക്ക് മുറിച്ച ഒരാള് അയാളുടെ വീഡിയോ കാണുന്നതിന് പിറ്റേ ദിവസം അദ്ദേഹം ഡിപ്രഷനായിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ കാണിക്കുന്നത് മുഴുവൻ അയാളുടെ കൂടെ 100 ദിവസം ഓടി അതിന് കേക്ക് മുറിക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വലിയ സെലിബ്രിറ്റി. അപ്പൊ നമ്മള് ഇത്തരം ഈ മറ്റുള്ള സക്സസ് കണ്ട് നമ്മളുടെ ഇങ്ങനെ മനസ്സിനെ കലങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അണ്ടർസ്റ്റാൻഡ് ദി ട്രൂത്ത് എന്നുള്ളതാണ്. സത്യം നമ്മൾ മനസ്സിലാക്കണം. ഫേസ്ബുക്കിന്റെ പുതിയ പേര് ഫേക്ക് ബുക്ക് എന്നാണ്. ഇവിടെ എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ വിദ്യാർത്ഥികൾ ആർക്കെങ്കിലും ഫേസ്ബുക്ക് ഉണ്ടോ? ഉണ്ടാവില്ല. ഒരു ബോധമുണ്ട്. കാരണം ഫേസ്ബുക്ക് ഇസ് എ ബാഡ് പ്ലേസ് ടു കം ടു. പ്ലീസ് ഡോണ്ട് കം. അവിടേക്ക് ഞങ്ങളെപ്പോലുള്ളവരാണ് നശിപ്പിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്കിന്റെ ഒരു ട്രെയിനിങ് USA പോയപ്പോൾ കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞത്, ഫേസ്ബുക്കിൽ റീച്ച് കിട്ടണമെങ്കിൽ ഒന്നുകിൽ സെക്ഷൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹേറ്റ്രഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഫേസ്ബുക്ക് ആദ്യം ലോഞ്ച് ചെയ്തപ്പോൾ 4 സ്മൈലീസ് ഉണ്ടായിരുന്നു: ലൈക്ക്, ലവ്, ഹഗ്, ബ്ലഷ്. ഇൻസ്റ്റഗ്രാം കട്ടക്കേറി വന്നപ്പോഴാണ് ഫേസ്ബുക്ക് ആംഗ്രി ഇമോജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് വെറുപ്പ് കാണിക്കാം. അപ്പൊ യൂട്യൂബിൽ ഇത്രയും ലൈക്ക് ബട്ടൺ ഉണ്ടായപ്പോൾ ഡിസ്ലൈക്ക് ബട്ടൺ നോക്കും. വെറുപ്പിന് മാർക്കുള്ള ലോകത്താണ് മക്കൾ നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഫേസ്ബുക്ക് ഒരു വർഷം ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് 2.5 കോടി ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ആണ്. ഇൻസ്റ്റഗ്രാം കഴിഞ്ഞ വർഷം ഓഗസ്റ്റില് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 2 മില്യന്റെ ഫോളോവേഴ്സ് കുറഞ്ഞു. ഞാൻ നോക്കി, എനിക്ക് 2000 ഫോളോവേഴ്സ് കുറഞ്ഞു. ഇൻസ്റ്റഗ്രാം ഫേക്ക് അക്കൗണ്ടിൽ എടുത്ത് കളയാണ്. നമ്മളീ കാണുന്ന പലതും ഒരു 80% ട്രൂത്ത് അല്ല. ഇത്തരത്തിലുള്ള ചില കൺഫ്യൂഷൻ അതേപോലെ ജീവിക്കുന്ന എന്റെ സക്സസ് എന്താവും, എന്റെ സക്സസ് ആരും ശ്രദ്ധിക്കുന്നില്ലേ, വാട്ട് ഈസ് സക്സസ് എന്നുള്ളത് വ്യൂസിന്റെ, ലൈക്സിന്റെ, ഷെയറിന്റെ കണക്ക് ഇതിലൊന്നും എടുത്താൽ നമുക്ക് എപ്പോഴും പരാജയമായിട്ട് തോന്നും. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. നമ്മുടെ വീട്ടിൽ സമാധാനം പീസൊക്കെ വലിയ കാര്യമാണ്. നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടോ, താമസിക്കാൻ സ്ഥലമുണ്ടോ? അമ്മ എപ്പോഴും പറയാറുണ്ട്, മുകളിലേക്ക് അധികം നോക്കണ്ട, താഴത്തേക്ക് നോക്കിയാൽ. നീ ടോക്കൺ എത്ര ചാർജ് ചെയ്യുന്നു? അമ്മ അവർക്ക് വലിയ എമൗണ്ട് ചാർജ് ചെയ്യണം, താഴത്തേക്ക് നോക്കും ബാക്കിയുള്ളവർ. എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഫോം ക്രിയേറ്റ് ചെയ്തത് നല്ല ശതമാനം സോഷ്യൽ മീഡിയക്ക് പങ്കുണ്ട്. പിന്നെ ഫോം നല്ലതല്ലെന്ന് വെച്ചാൽ ഒരു കണക്കിന് നല്ലതാണ്. ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് എപ്പോഴും ഒരു എഡ്ജ് ഉള്ളത് നല്ലതാണ്. മറ്റുള്ളവരെ നമുക്ക് ആവാൻ ശ്രമം നടത്തുന്നതല്ല. ബട്ട് നെവർ കമ്പയർ യുവർ ബിഗിനിങ് വിത്ത് സമൺ എൽസസ് മിഡിൽ. നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടുകാരോട് എനിക്ക് 1 മില്യൺ വ്യൂസ് കിട്ടാൻ അവന് 1 മില്യൺ ഉണ്ടല്ലോ, അവൻ പണ്ടേ തുടങ്ങിയതായിരിക്കും. നിങ്ങളുടെ കമ്പാരിസൺസ് ചെയ്ത് പുറത്ത് കിടക്കുക. ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് എപ്പോഴും അത് സെൻസിബിൾ ആയിട്ട് ഇടപെടുന്നത് നല്ലതാണ്. എല്ലാവരും അനാലിസിസിലൂടെ കടന്നുപോയ ഒരു പ്രയോഗമുണ്ട്, അനാലിസിസ് പാരാലിസിസ് എന്നാണ്. നിങ്ങൾ എല്ലാം അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പാരാലിസിസ് തളർന്നു പോകും. അങ്ങനെയില്ലാത്ത ലോകത്തിൽ
സെൻസിബിളായി ട്രൂത്ത് സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയായിട്ട് എനിക്ക് വിചാരിക്കുന്നു. When students face failure or repeat setbacks, how can we turn these experiences into motivation instead of losing confidence in themselves? For example, let failure in exams. Thank you. ഭയങ്കര സിമ്പിളായിട്ടുള്ള സംസാരമാണ്, ഭയങ്കര ശാന്തമായ സംസാരം. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് എക്സാമ്പിൾ പോലെ പറയാൻ പറ്റുന്നത്, ഞാൻ മാത്സ് തോറ്റ ഒരാളാണ് എനിക്ക് 6 ലക്ഷം ലോൺ എടുത്തിട്ടാണ് എൻ്റെ ഫാദർ എന്നെ MBA പഠിപ്പിച്ചത്. പുള്ളിയെ ലോൺ എടുത്തത് എൻ്റെ പേരിലായിരുന്നു. അടച്ചുവിട്ടേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. അധ്യാപകരുടെ മകൻ തോൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര നാണക്കേടുള്ള ഒരു കാര്യമാണ്. ബട്ട് പാരൻസ് ടീച്ചേഴ്സായിട്ടുള്ള ആരും ഉണ്ടെങ്കിൽ അയക്കാവും. നമുക്കൊരു നിമിഷം കൊണ്ട് ഇത് പ്രാർത്ഥിക്കാം. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അധ്യാപകരുടെ മകനായിട്ട് തോൽക്കുക എന്നുള്ളത്. പലയിടങ്ങളിലും ഞാനിങ്ങനെ തോറ്റിട്ടുണ്ട്. ഞാൻ ആദ്യമേ പ്രസംഗം പറഞ്ഞത് വെടിമുണ്ട അവിടെ നിന്ന് തോറ്റിട്ടുണ്ട്. അതിൽ KCS എന്നൊരു സംഘടനയുണ്ട്, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ്. അതിൻ്റെ ലീഡർഷിപ്പ് മത്സരത്തിന് പങ്കെടുക്കാൻ പറഞ്ഞ് എന്നെ മുന്നിൽ തള്ളിവിട്ടു. നല്ല പ്രസംഗം പറയുന്നതാണെന്ന് വീട് പറഞ്ഞു. അവിടെ നമ്മൾ ഈ മാനസാസന് ഒന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്താക്കി. പിന്നെ സെമിനാരിൽ പോയി, പള്ളിയിൽ സെമിനാറിൽ 3 വർഷം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഒരു ബ്രദറിന് സ്പീച്ചിന് അവസരം കിട്ടും സെമിനാറിൽ. ഓരോ തവണ ഞാൻ പനിയാണ്, തലവേദനയാണ്, സ്കിപ്പ് ചെയ്ത് പോയ ഒരാളാണ്. ബട്ട് somehow in 2026 ഞാൻ പബ്ലിക് സ്പീക്കറാണ്. അതെങ്ങനെയായെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ആക്സെപ്റ്റ് ദി ഫ്ലോ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ തലയിൽ കയറുന്നത് എനിക്ക് അറിഞ്ഞതാണ്. പക്ഷെ എനിക്ക് തോന്നി ലൈഫ് നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാനിത് എവിടെ പോകുമ്പോഴും ടോക്ക് ഷോയിലേക്ക് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത് MBA തോറ്റിട്ടും കോളേജിൽ നിന്ന് ഫസ്റ്റ് പ്ലേസിലായ കഥ പറയുമ്പോഴാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൽപ്പറ്റ നാരായണൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വരി എങ്ങനെയാണ്: ഏറ്റവും പ്രതികൂലമായ സാഹചര്യമാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം. അയാൾ കവിതകൾ എഴുതാൻ കാരണം അസുഖം ബാധിച്ച് ഒറ്റപ്പെട്ട് വയനാട്ടിലെ ജീവിതം മടുത്തപ്പോൾ മടുപ്പിൽ നിന്നാണ് കവിതകൾ എഴുതിയത്. അതാണ് അയാൾ എഴുത്തുകാരനാക്കി മാറ്റിയത്. ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതുന്നത് ചൈനയിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴാണ്. എൻ്റെ ബോസും സബോർഡിനേറ്റ്സും ഇവിടുത്തെ കാര്യം നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ക്രിസ്മസിന് ഒക്കെ കൂടി പോയി നാട്ടിലേക്ക്. ഞാൻ ഒറ്റയ്ക്ക് ചെലവില്ല. ചൈനയിലെ റിലീജിയൻ അങ്ങനെയില്ല. ക്രിസ്മസ് പറഞ്ഞാൽ തൊപ്പിയും ബലൂണും മാത്രമേ. ക്രൈസ്റ്റ് ആരാണെന്ന് കൃത്യമായ ധാരണയില്ല. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ കുറ്റബോധം ഇറിറ്റേഷനിൽ ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. വലിയ തോട്ട്സ് ഒരു ബ്ലോഗ് തുടങ്ങി, ഒരു കഥ എഴുതി. അത് കുറച്ചൊക്കെ വായിക്കാൻ കൊടുത്തു, കുറച്ച് ഫീഡ്ബാക്ക് കിട്ടി, പുറംകൂടെ എഴുതി. അങ്ങനെ എഴുതിയത് 30 ബ്ലോഗായി. അതിന് സെലക്ട് ചെയ്ത് 21 ഞാൻ ബുക്കാക്കി ഒരു ഓഥറായി മാറി. നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടാക്കുമ്പോൾ ഉറപ്പിച്ചോ നാളെ ഫേമസ് ആവാനുള്ള എന്തോ തോന്നിച്ചിട്ടുണ്ട്. നാളെ രക്ഷപ്പെടാനുള്ള കീ ആക്ച്വലി ഈശ്വരൻ നമുക്ക് വെച്ചിരുന്നത് നമ്മൾ തോക്കുന്നതെന്നുള്ളതാണ്. ഏതൊരു മനുഷ്യന്റെ സ്ട്രെങ്ത് എടുത്തു, അതിന്റെ പുതിയ കൃത്യമായ വീക്ക്നെസ് ഉണ്ട്. ലയണൽ മെസ്സിയുടെ ഹോർമോൺ ഡെഫിഷ്യൻസി സിൻഡ്രോം അയാൾക്ക് രോഗം ഉണ്ടായിരുന്നു. അയാൾക്ക് വളർച്ചയില്ലായിരുന്നു. എല്ലാ ദിവസവും ഇടതുകാലിന് ഇഞ്ചക്ഷൻ എല്ലാ മാസവും കുത്തിവെക്കാൻ ഭയങ്കര പൈസ ഉണ്ടായിരുന്നു. ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റേഴ്സ് ലെഗ് ഏതാണെന്നുള്ള ഇൻഷുർഡ് ലെഗ് അയാളുടെ കാരണം. പറയുന്നൊരു കഥ വേണ്ട മനുഷ്യൻ. എനിക്ക് തോന്നുന്നത് നമ്മൾ പോകണം, ബ്രേക്കപ്പ് ഉണ്ടാവണം. പരീക്ഷയ്ക്ക് പോകണമെന്ന് കുഴപ്പമില്ല. കൈയടിച്ചത് ആ ഒരാളെ തന്നെയാണ്. തോട്ടാരാണ് കൈയടിച്ചതെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നാളെ വലുതായി കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന കഥകൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കും. എല്ലാവർക്കും ജയിച്ച് വന്നിട്ട് ഇൻസ്പയർ ചെയ്തോട്ടെ, പകുതി പേരെപ്പോഴും ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് തോറ്റിട്ട് ജയിച്ചു പോകാണെങ്കിൽ യു വിൽ ബി മോർ ഇൻസ്പിറേഷണൽ. സോ സെറ്റ്ബാക്സ് ഈസ് ഓൺലി എ സെറ്റപ്പ് ഫോർ എ കംബാക്ക്. താങ്ക് യു. Good morning, everyone. My question is, we all know how social media
media and unlimited exposure to the internet affects our education in more negative ways than positive ways, right? Then why is it taking so much time for the government to enforce laws like how it happened in Australia? Thank you, sir. അതിന് കറക്റ്റ് ഉത്തരം തരാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഞാൻ, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയ അങ്ങനെ ഒരു ഡിസിഷൻ വന്നപ്പോൾ എൻ്റെ ചേട്ടൻ്റെ പിള്ളേർ ഓസ്ട്രേലിയയിലാണ്. ഒരുപക്ഷെ ഇതിന് വേറെ കുറേ പൊളിറ്റിക്കൽ തലങ്ങൾ ഉണ്ടാവാം, ഇതിൽ ഫിനാൻഷ്യൽ ഇൻവോൾവ് ആവാം. എനിക്ക് ഞാൻ പറഞ്ഞത് ഐ ആം നോട്ട് കേപ്പബിൾ ഇനഫ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഓസ്ട്രേലിയ ചെയ്തത് എനിക്ക് കർണാടകയിൽ ഇതുപോലെ ഒരു റീസെൻ്റ്ലി ഒരു തീരുമാനം വന്നതായിട്ട് അറിയുന്നു. നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഗവൺമെൻറ് മാറ്റാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഞാൻ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഈ സിഗ്നലിൽ ചുവപ്പ് കണ്ടാൽ അവിടെ വണ്ടി നിർത്തും. ആ സിഗ്നലിൽ ഞാൻ ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ 10,000 to 20,000 ഒക്കെയാണ് ഓട്ടോമാറ്റിക്കലി അവിടെ കഴിഞ്ഞ് പൈസ പോവാം. അങ്ങനെ സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നാൽ എല്ലാവരും നിയമം അനുസരിക്കും. നമ്മുടെ നാട്ടിൽ നിയമം അനുസരിക്കാത്തത് ഈ ഫൈനൊന്നും മാസമായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് മഞ്ഞ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നു, ചുവപ്പ് കാണുമ്പോൾ പാർച്ചിട്ട് പോകുന്നു. കാരണം വണ്ടി ഇടിക്കാതിരിക്കുക. ചുവപ്പാണ് നിർത്തുമെന്ന ചിന്ത നമുക്ക് വരാത്തതുകൊണ്ട് സിസ്റ്റം മാറാത്തതുകൊണ്ടാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കും എൻ്റെ കൂടെ സുഹൃത്തുക്കളും നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും, സിഗരറ്റ് കൊടുത്ത് നിർത്താൻ പറയും. അങ്ങനെ നമുക്ക് നമ്മുടേതായ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഒരു ഫേമസ് സെന്റൻസ് ഉണ്ട്, ലോകം മുഴുവൻ മുള്ളുകളാണ്, ഒരു സൈഡിൽ നിന്ന് കാർപ്പറ്റൊക്കെ വിരിച്ചാൽ ആരുടെ കാലിന് മുള്ളു കയറില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ എൻ്റെ ചെരുപ്പിടുന്നതാണ്, എൻ്റെ കൂടെയുള്ളവരുടെ ചെരുപ്പിടാൻ പറയുന്നതുമാണ്. യു ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ ദ ഗവൺമെന്റ് ടു ചേഞ്ച് സിസ്റ്റം. യു ഡോണ്ട് നോ വെൻ. അതിൻ്റെ പുറകെയുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങൾ എന്താണ്, മറ്റ് അജണ്ടകൾ എന്താണ്, യു ഡോണ്ട് നോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളായിരിക്കുന്ന ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്, എൻ്റെ യൂസ്, എൻ്റെ കാര്യങ്ങൾ. ഈ നാളെ ഒരു പാരന്റ് ആയി കഴിയുമ്പോൾ, ഞാൻ നാളെ പാരന്റ് ആയി കഴിയുമ്പോൾ എനിക്ക് എൻ്റെതായ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നത് മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ ഇന്ത്യൻ ട്രാഫിക് സിസ്റ്റം ആക്ച്വലി നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഷെലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാരണം തന്നെയാണ്. ഈ നിയമം ഒക്കെ കൃത്യമായിട്ട് അനുസരിക്കുന്ന ഒരു രീതിയായിരുന്നെങ്കിൽ ഇവിടെ മാത്രം പ്രശ്നം നടന്നു. നാട്ടിലേക്ക് ആക്സിഡന്റ് നടക്കുന്നു സിഗ്നലുകൾ മാത്രമല്ല, സിഗ്നലിലാണ് ഏറ്റവും ബൈക്ക് ആക്സിഡന്റ് നടക്കുന്നത്. ആലോചിച്ചോ, നമുക്കിപ്പോൾ പുറകത്തെ ഹോണടിക്കുമ്പോൾ അവനെ തെരുവില്ലാണ്ട് മിണ്ടാണ്ടിരിക്കുക, എപ്പോഴും നിർത്തിക്കോളൂ, ക്ഷമ പഠിക്കാന്നുള്ളതാണ്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സിസ്റ്റം നമുക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഓൾവേസ് ഡോണ്ട് വെയിറ്റ് ഫോർ സിസ്റ്റം ടു ചേഞ്ച്. സിസ്റ്റം വളരെ അടിപൊളിയാണ്, പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ, ചില സാധനം നമ്മുടെ കയ്യിലല്ല. സോ ചേഞ്ച് യുവർ സെൽഫ് ആൻഡ് ചേഞ്ച് യുവർ ഇമ്മീഡിയറ്റ്